ഇത് അൽസാബിത്തിന്റെ ജീവിതം. സ്വന്തം പപ്പ എവിടെയാണെന്നറിയാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ജീവിച്ച 3 വർഷങ്ങൾ. എല്ലാവർക്കും സ്കൂളിൽ പപ്പയുണ്ട്, പക്ഷെ എനിക്ക് മാത്രമല്ല. സ്വന്തം മകനു വേണ്ടി മാത്രം ആത്മഹത്യാ മുനമ്പിലും തളരാതെ ജീവിച്ച 3 വർഷങ്ങൾ. ഓരോ ജന്മദിനത്തിലും അൽസാബിത്ത് കാത്തിരിക്കുന്നു. പപ്പയുടെ ഫോൺ വിളിയും കാലൊച്ചയും കാതോർത്തിരുന്ന് കരഞ്ഞ അൽസാബിത്തിനെയും അമ്മയെയും തേടി അയാൾ മാത്രം വന്നില്ല. പക്ഷേ അയാൾക്ക് പകരമെത്തിയത് ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസായിരുന്നു. ഇനി ജീവിതത്തിനും മരണത്തിനുമിടയിൽ അമ്മയെ മരണം മാടി വിളിച്ചപ്പോഴെല്ലാം അമ്മയോടൊപ്പം അൽസാബിത്തിനെയും കൂടെ കൊണ്ടുപോകണമെന്ന് അൽസാബിത്ത് പറഞ്ഞപ്പോൾ ഈ മകന്റെ മുന്നിൽ പെറ്റമ്മയും മരണവും തോൽക്കുകയായിരുന്നു. അമ്മ അല്ലെങ്കിൽ പോവാണെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് എന്നെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ കണക്ക് പുസ്തകം തെറ്റിക്കാൻ മനുഷ്യ മനസാക്ഷികളെ ഉണരൂ. പഠിക്കാൻ മിടുക്കനും എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ മാർക്കും നേടി കണ്ണിന്റെ കൃഷ്ണമണിയായ അൽസാബിത്തിന്റെ കുടുംബത്തിന് നൽകാം 1000 കാരുണ്യപ്പൂക്കൾ. ഡിസംബർ 31-ാം തീയതി വരെ തീയതി തരാം. അതിനുശേഷം ഞങ്ങൾ നിയമ നടപടികൾ നീങ്ങും. 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കരൾ നീറുന്ന നേരിന്റെ നേർക്കാഴ്ചകളുമായി ഒരു ജീവിത കലവറ, കുട്ടിക്കലവറ. ഇന്ന് രാത്രി 8 മണിക്ക് ഫ്ലവേഴ്സിൽ HD ദൃശ്യമികവോടെ. പപ്പ വരണേ, എനിക്ക് സങ്കടമാ പപ്പ ഇല്ലാതെ. കണ്ണുകൾ നിറയാതെ കാത്തിരിക്കുക.